അപ്പോൾ ചിക്കൻ കൊണ്ട് എല്ലാവരും പല വിധത്തിലുള്ള കറികളും റോസ്റ്റുകളും ഉണ്ടാക്കുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ വ്യത്യസ്ത രീതിയിൽ നമുക്കിന്നൊരു പ്രത്യേക രീതിയിൽ ഒരു ചിക്കൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കി മടുത്ത ആളുകൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഒന്ന് കാണാം. ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമല്ലി 3 ടേബിൾ സ്പൂണ്, ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, വലിയ ജീരകം 1/2 ടീസ്പൂണ്, കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ 3 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ്, പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ 2 തക്കാളി, 3 കറിവേപ്പില, പിന്നെ 2 സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന്, പിന്നെ 1/4 കപ്പ് തൈര്. ഈ സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില. ഇനി പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. കരിയാത്ത വിധത്തിൽ വേണം ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. നമ്മൾ വീണ്ടും പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയാണ് ചതച്ചത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ പൊടിച്ചെടുത്ത മസാലയാണിത്. നമ്മളത് സവാള ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ചെടുത്ത മസാലക്കൂട്ടാണ്. ഇങ്ങനെ മസാല പൊടിച്ചെടുത്താൽ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇതൊരു മടുപ്പ് വരാത്ത രീതിയിലുള്ള ഒരു കുക്കിങ്ങാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.